ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് 2 സൈസ് ചട്നിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒന്ന് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു ചട്നി, വേറൊരു ചട്നി ചോറിനൊക്കെ പറ്റിയത്. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടി ആ ചട്നി എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഇഡലിക്കും ദോശയ്ക്കുമുള്ള ചട്നി. ഇതേപോലെ ഒരു പാത്രം തേങ്ങാപ്പീരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി. ഇതൊക്കെ പലർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെ കേട്ടോ, പക്ഷേ അറിയാൻ പറ്റവരും ഉണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ഒരു ഇഞ്ചി ഇതേപോലെ മുറിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് മുറിച്ചൊന്നിട്ട് കൊടുക്കുക. 4-5 ചെറിയ ഉള്ളി അതുകൊണ്ട് ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 5 പച്ചമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് പൊട്ടുകടല അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. പൊട്ടുകടല ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ജാറിനകത്തോട്ട് അല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചണ്ടിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് കറക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് കറക്കി എടുത്തിട്ട് വേണം നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഒന്ന് കറക്കിയിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നാലേ ഇത് അരയത്തുള്ളൂ. അരയെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒന്നും അരയണ്ട, ഒരു ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ സൈഡിലിരിക്കുന്ന എല്ലാം ഇപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് അരച്ച് പോകണ്ട, ഒരല്പം തരി പോലെ കിടക്കണം. എന്നാൽ മാത്രമേ ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം തന്നെ ഈ ഒരു പരുവത്തി, ഈ ഒരു പരുവത്തി കണ്ടോ, ഈ ഒരു പരുവത്തി വേണം അത് അരച്ചെടുക്കാനായിട്ട്. ഇത് നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഈ ജാറിൻ്റെ അകത്തുള്ള ആ ചമ്മന്തിയോട് ഇങ്ങോട്ട് എടുക്കുക. അതിലങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഈ ഒരു രീതി വേണം നമുക്കത് അരച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇഡലിക്ക് ദോശയ്ക്കൊക്കെ ഉള്ള പരുവത്തിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഒരല്പം എടുത്ത് നോക്കണം, ഉപ്പ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഇത് താളിച്ചൊഴിക്കും. ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കും. ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരല്പം കടുക് ഒന്നിട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്നൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 3-4 ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ആ ഉള്ളിയും കൂടി ഇട്ട് 2-3 വറ്റൽമുളകും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മൂപ്പിച്ച് അങ്ങോട്ട് ഇടുക. താളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് നിർത്താം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അടുപ്പ് നിർത്തിയിട്ട് താളിച്ചതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു രുചിയാണ് കേട്ടോ. തീർച്ചയായിട്ടും പൊട്ടുകടലയും തേങ്ങായും പച്ചത്തേങ്ങ അരച്ച ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഒരു 1.5 ചമ്മന്തി തന്നെയാണ് കേട്ടോ. ഇത് ഇരുമ്പിയേറ്റയല്ലേ, നല്ല ചൂടല്ലേ, അതാണ് ഞാൻ ഇങ്ങോട്ട് ഒഴിച്ചത്. ഇത് ഇഡലിക്കും ദോശയ്ക്കുമൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്ന ഒരു ചമ്മന്തി തന്നെയാണ്. പൊട്ടുകടലയൊക്കെ ഇട്ട അടിപൊളി ഒരു ചമ്മന്തി. ഇത് ഇരിക്കട്ടെ. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ചമ്മന്തിയുണ്ട്. അത് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. പച്ചമാങ്ങായും ഉള്ളിയൊക്കെ വെച്ച് നാടൻ രീതിയിൽ. ഇതിപ്പം ഇത് താളിക്കുകയോ ഒന്നും വേണ്ട, ആ രീതിയിലാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു പച്ചമാങ്ങ തൊലി ചെത്തിയോ ചെത്താതെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് എടുക്കാവുന്നതാണ്. കഴിയെടുത്തതിന് ശേഷം നല്ല പച്ചമാങ്ങ ഞാൻ ഏതായാലും തൊലി ചെത്തി അങ്ങോട്ട് ഇടുന്നേ ഉള്ളൂ. ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, സത്യത്തിൽ നമ്മുടെ ഒന്നും വീടുകളിൽ കറിയൊന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലോ, ചോറുണ്ണാൻ പറ്റിയൊരു ചമ്മന്തി. ഇത് എന്നാ ടേസ്റ്റാണ് അറിയാം, അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ചമ്മന്തിയോടെ തിരഞ്ഞെടുക്കാൻ കാര്യം. എന്നാലും രാവിലെ വീടുകളിലൊക്കെ ദോശ ഇഡലി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ തീർത്ത് പിടിച്ച് ചെയ്യുന്ന. അപ്പോൾ ആ കൂട്ടത്തിൽ ഇത്തിരി മാങ്ങാ ചമ്മന്തി കൂടെ ആ കൂട്ടത്തിലുണ്ടാക്കുകയാണ്, ചോറിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം.
ഇതൊരു അത്യാവശ്യം പുളിയൊക്കെ ഉള്ള മാങ്ങ കേട്ടോ. മാങ്ങ അങ്ങോട്ട് അരിഞ്ഞ് ചെറിയൊരു ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് ഉള്ളി അല്പം കൂടുതൽ இருந்தாലും കുഴപ്പമില്ല കേട്ടോ. നമ്മളൊരു 10 രൂപ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം അല്പം ഉപ്പുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു ചമ്മന്തിക്ക് വേറെ പ്രത്യേകതയുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ടുള്ള ചമ്മന്തിയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒന്നൊന്നര ചമ്മന്തി. ഇത് ഒരുപാട് ആഡംബരങ്ങളൊന്നുമില്ലാതെ ഈ ഒരു ചമ്മന്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മാങ്ങായും ഉള്ളിയും കറിവേപ്പില അല്പം ഉപ്പുപൊടി ഇട്ടതിന് ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതിങ്ങോട്ട് എടുക്കാം. നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നത് ഇതേപോലെ ബൗളിനകത്തോട്ട് വല്ല മാറ്റാം. ഇപ്പോൾ സാധാരണ ആൾക്കാർ ചോദിക്കും ഇതിൻ്റെ അകത്ത് തന്നെ ഇഞ്ചി ഇടാഞ്ഞത്. ഇത് ഇഞ്ചിയൊന്നും ഇടാത്ത ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനകത്ത് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും ഇതെന്താ പച്ചയ്ക്ക് മുളക് പൊടി ഇട്ട് ഇതെന്ത് ചമ്മന്തിയാന്ന് പറയും. പക്ഷേ നിങ്ങൾ ഇതേപോലെ ചെയ്യണം. കാര്യം മുളക് പൊടി ചൂടാക്കാതെ തന്നെ പച്ചയ്ക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞൊന്നുമില്ല. കാര്യം ഞങ്ങളുടെ വീട്ടിൽ ചെയ്തെടുക്കുന്നൊരു ചമ്മന്തിയാണ് ഇത്. ചോറിൻ്റെയൊക്കെ ചോറിൻ്റെ കൂടെ ഇതങ്ങോട്ട് ഇളക്കൊന്ന് കഴിച്ചു നോക്കിക്ക്. ഞാൻ പറഞ്ഞ സത്യമാണ് നിങ്ങൾ പറയും. അത്രയ്ക്ക് രുചികരമായ ഒരു ചമ്മന്തി ഇത് കേട്ടോ. ഈ ഒരു ചമ്മന്തിൻ്റെ കൂടെ ഇത്തിരി ഉണക്കമീൻ വറുത്തതോ അയല വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ വേറെ ഒരു കറിയും വേണ്ട. അടിപൊളി ടേസ്റ്റായി ചമ്മന്തി. സാധാരണ നമ്മൾ മുളക് വറുത്ത് അങ്ങനെയൊക്കെയാണ് ചമ്മന്തി ചെയ്യുന്നത്. പക്ഷേ ഈ രീതിയിലൊരു ചമ്മന്തി ഒന്ന് ചെയ്തു നോക്കി ഊണ് കുശാല തകർക്കും. കാരണം ഇത് ഞങ്ങളുടെ വീട്ടിൽ മിക്കപ്പോഴും ചെയ്യുന്ന ഒരു ചമ്മന്തിയാണ്, പെട്ടെന്നുള്ളൊരു ചമ്മന്തി. അപ്പോൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതായി, ഉച്ചക്കത്തെ ചോറിനുള്ള ചമ്മന്തിയുമായി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമല്ലോ. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഈ 2 ചമ്മന്തി നമ്മൾ തന്നെ ഗ്യാരണ്ടി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഒരു പക്ഷേ ഈ ചമ്മന്തിയൊക്കെ പലർക്കും അറിയാവുന്ന ഐറ്റമാണ്. അറിയാൻ പറ്റാത്തവർക്കും ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ. എന്നായാലും ഈ 2 ചമ്മന്തി പൊളിക്കും. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടണോടെ അമർത്തിയേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.